എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. അമ്മയെ കെട്ടിപ്പിടിക്കാനും മധുരം വാങ്ങി കഴിക്കാനും നിർബന്ധിച്ച മാധ്യമപ്രവർത്തകരോട് വിനായകന്റെ ഗംഭീര മറുപടി. മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചയുടൻ വിനായകൻ എത്തിയത് അമ്മയുടെ അരികിലാണ്. കൊച്ചിയിലെ വീട്ടിൽ വിനായകൻ എത്തുമ്പോൾ മാധ്യമങ്ങളും കൂടെയുണ്ടായിരുന്നു. സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ആഹ്ലാദ ആരവങ്ങൾക്കു നടുവിൽ വളരെയധികം വികാരിതനായാണ് വിനായകൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. മകൻ സംസാരിക്കുമ്പോൾ അമ്മ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. സംസാരിക്കുമ്പോൾ വിനായകന് വാക്കുകൾ പലയിടത്തും ഇടറി. അവാർഡ് ലഭിച്ചതിൽ ഏറ്റവും നന്ദി കമ്മട്ടിപ്പാലത്തിന്റെ സംവിധായകൻ രാജീവ് രവിയോടും നിർമ്മാതാവ് പ്രേമനോടുമാണ്. അവർ കാരണമാണ് ഈ ചിത്രത്തിൽ അവസരം കിട്ടിയത്. മരിക്കും വരെയും അഭിനയിക്കുമെന്നും വിനായകൻ പറഞ്ഞു. ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ അവാർഡ്. അവസാനം വരെ പിന്തുണച്ചവർക്ക് വിനായകൻ നന്ദി പറഞ്ഞു. ഇതിനിടയിൽ അമ്മയെ കെട്ടിപ്പിടിക്കാനും മധുരം വാങ്ങി കഴിക്കാനും നിർബന്ധിച്ച മാധ്യമപ്രവർത്തകരോട് വിനായകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: ഒരു രക്ഷയുമില്ല, അമ്മാതിരി പരിപാടി ഒന്നും നടക്കില്ല. അത് ഞാനും അമ്മയും തമ്മിലുള്ളതാണ്. അതൊക്കെ നേരത്തെ കഴിഞ്ഞു. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല, അതിന് പറയരുത്. വേണമെങ്കിൽ നിങ്ങൾ ഒരു സിനിമ നിർമ്മിച്ചോളൂ, ഞാൻ വന്ന് അതിൽ അഭിനയിച്ചു തരാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.